അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ സദുലില്ലാഹി സയ്യിദി ശുഹദാഇ. കഴിക്കുന്നതിന് പ്രത്യേക ഫളായിലുകളുണ്ട്. അപ്പം മൗലിദ് കഴിക്കുന്നതിന് പ്രത്യേക ഫളായിലുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്, പ്രതിഫലാർഹമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാത്രമല്ല മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, നല്ല രീതിയിൽ മൗലിദ് കഴിച്ചാൽ, നല്ല അത്തർ ഉരുട്ടി നല്ല ഭക്ഷണമൊക്കെ വെച്ച് സൽക്കരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളൊക്കെ കൂട്ടി നല്ല രീതിയിൽ തങ്ങളുടെ മൗലിദ് കഴിച്ചാൽ അവനിക്ക് നാളെ ആഖിറത്തിൽ നബിമാരുടെ കൂടെ വലിയ സ്ഥാനം കിട്ടും, അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലാണ്, സ്വർഗ്ഗത്തിലെത്തും അവന് എന്നൊക്കെ മഹാനായ സീസക്തി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. നല്ല രീതിയിൽ അവൻ ആ മൗലിദിൻ്റെ സദസ്സിലേക്ക് ഇറങ്ങിയാൽ അവൻ സ്വർഗ്ഗത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയവനാണ്. കാരണം എന്താണെന്നറിയോ, മുത്തനബി തങ്ങളുടെ മഹബത്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത്യാത്മികമായിട്ടുള്ള ലക്ഷ്യം. മൗലിദ് ചെല്ലൽ കൊണ്ടുള്ള ലക്ഷ്യം തങ്ങളെ മഹബത്ത് വെക്കുക എന്നുള്ളതാണ്. തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, മൻ അഹബ്ബനി കാന മഅഇ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ആയിരിക്കും എന്ന് തങ്ങൾ പറയുന്നില്ലേ. അതുകൊണ്ട് മൗലിദ് പാരായണത്തിലേക്ക് പോകുന്നത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പോലെയാണെന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. നമുക്കറിയാം, തയ ഉസ്താദിനെ പാടുന്നുണ്ടല്ലോ, എന്താ പാടിയതിൽ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഹർക്കും വബ എന്ന് പറഞ്ഞാൽ ഒന്ന് തീപിടുത്തവും, അതേപോലെ വബ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, ഇതൊക്കെ ഇല്ലാണ്ടാവും നിങ്ങൾ മൗലിദ് ഇല്ലാൽ. ഇതേ ആശയം തന്നെ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ശമായിൽ മുഹമ്മദിയുടെ ഷർഹായിട്ടുള്ള വസായിലിൽ ഈ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മൗലിദ് അങ്ങ് പാരായണം ചെയ്യുക. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും തങ്ങളെ അങ്ങ് വസീലയാക്കുക, തങ്ങളെ അങ്ങ് മുറുകെ പിടിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൗലിദ് ആഘോഷം എന്ന് തുടങ്ങിയതാണെന്നുള്ള വലിയ ചർച്ചകൾ നമുക്ക് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നബി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതാണ് മൗലിദ് പാരായണം കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ തെളിവുകൾ എന്തെല്ലാമാണ്? ഒരുപാട് തെളിവുകൾ നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്നാമത്തേതായി തന്നെ ബുഖാരിയിൽ കാണാം. എന്താണെന്നറിയോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അബൂ ലഹബ് തൻ്റെ അടിമപ്പെണ്ണായിട്ടുള്ള സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. ബി വിലാദത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങളുടെ സന്തോഷം, ജനിച്ചതിൻ്റെ സന്തോഷം കൊണ്ട്, അന്ന് ജനിച്ചല്ലോ അതിൻ്റെ സന്തോഷം കൊണ്ട് അബൂ ലഹബ് എന്താക്കുന്നുണ്ട്, തൻ്റെ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നുണ്ട്. ആ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ ശിക്ഷയിൽ ലഘൂകരിക്കപ്പെടുന്നുണ്ട്, ശിക്ഷ ലഘൂകരണം നടത്തപ്പെടുന്നുണ്ട് എന്ന് ബുഖാരിയിൽ കാണാം. അതാണ് ഒന്നാമത്തെ തെളിവ്. എന്ത്? തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് കാഫിറായ ആൾക്ക് പോലും അല്ലാഹു തആല ആ സന്തോഷിച്ചതുകൊണ്ട് അല്ലാഹു തആല ശിക്ഷയിൽ വരെ ഇളവ് കൊടുക്കുകയാണ്. അതാണ് ഒന്നാമത്തെ തെളിവ്. നിങ്ങൾ ആലോചിക്കണേ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഉൽപ്പത്തിഷ്ടുവാദുക്കളായിട്ടുള്ള മുജാഹിദും ജമക്കാരൊക്കെ വന്നുകൊണ്ട് പറയും ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, ഷിർക്കാണ്, കുഫ്രാന്നൊക്കെ. ആ സമയത്ത് നമുക്ക് ഈമാനികമായിട്ടുള്ള കരുത്ത് വേണം. എന്താണത്? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ഉലമാക്കളെല്ലാം അത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ മുത്തുനബി തങ്ങൾ തന്നെ മൗലിദ് ചൊല്ലിക്കണ്. തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ആലോചിക്കണം. തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അന സയ്യിദുൻ വുലിദ ആദം യൗമൽ ഖിയാമ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, ഖിയാമത്ത് നാളിൽ ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. സ്വന്തം പറയാണ്, സ്വന്തം മൗലിദ് പറയാൻ മുത്തുനബി തങ്ങൾ. എന്നിട്ട് വബിയദി ലിവാഉൽ ഹംദ്, ഹംദിൻ്റെ പതാക എൻ്റെ കയ്യിലായിരിക്കും. അന്ന് ആദം നബി അലൈഹി സ്വലാം അടക്കമുള്ള എല്ലാ നബിമാരും എൻ്റെ ഈ കൊടിയുടെ താഴത്തായിരിക്കും, ഞാനായിരിക്കും കബറിൽ നിന്നും ആദ്യം ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെ മുത്തുനബി തങ്ങൾ സ്വന്തം കാര്യങ്ങൾ പറയാണ്, സ്വന്തം മൗലിദ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരുപാട് തെളിവ് നബി തങ്ങളുടെ കാലത്ത് തന്നെ എന്തായിട്ടുണ്ട്, മൗലിദ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ പറഞ്ഞു, മാഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു അബൂ ലഹബിൻ്റെ കഥ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന് ഫളീലത്തുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മറുപടി കൊടുക്കുന്നു, ഫീഹി വുലിതു വഫീഹി ഉൻസില അലയ്യ, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, ആ ദിവസത്തിലാണ് എനിക്ക് വഹീനെ ഇറക്കിയിട്ടുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ജനിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് മഹാന്മാരൊക്കെ പറയുന്നു ആ നോമ്പ് എനിക്ക് ഫളീലത്തിട്ടാണ് കാരണം മുത്തുനബി തങ്ങൾ ജനിച്ചതാണ് എന്ന് മഹാന്മാരെല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. മാത്രമല്ല ഖുർആൻ തന്നെ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, കുൽ ബി ഫളിലില്ലാഹി വബി റഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു, തങ്ങളെ അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട്, ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ എന്താക്കിക്കൊള്ളി, സന്തോഷിച്ചുകൊള്ളൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. കുൽ നബി അങ്ങ് പറയുക, ബി ഫളിലില്ലാ, അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ടും വബി റഹ്മതി, അവൻ്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, ഈ ഫضൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട്, ഫൽയഫ്റഹു, എല്ലാവരും സന്തോഷിച്ചുകൊള്ളുക. ആ റഹ്മത്ത് എന്താണെന്നറിയോ? മഹാന്മാരെല്ലാവരും പറയുന്നു അർറഹ്മത്തുഹു മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളാ. അപ്പോൾ ആ മുത്തുനബി തങ്ങളുടെ മൗലിദ് അങ്ങ് പാരായണം ചെയ്യണം. ആ ദിവസത്തിൽ നമുക്ക് നല്ല സന്തോഷം വേണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകീകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇനിയൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മൗലിദ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ സ്വഹാബത്തിൻ്റെ മദ്ഹുകളെ പറ്റി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. നമ്മളിന്ന് കാണുന്ന വിപുലമായ രീതിയിലുള്ള മൗലിദ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് മഹാനായ മുളഫർ രാജാവിൻ്റെ കാലത്താണ്. ഒരുപാട് ഉലമാക്കളും സൂഫികളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു മുളഫർ രാജാവിൻ്റെ ആഘോഷം. അതിനെ തയവുസ്താദ് പാടുന്നൊരു പാട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താ? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന,
ഇർബൽ ഭരിച്ചവരാണ് വണ്ടർമിഷ്ടനാ. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. ശൈഖ് ഇബ്നു ദഹ്യത്തു മൗലിദൊന്നു രചിക്കലായി. രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി. സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. എന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ആ മൗലിദിനുവേണ്ടി ചെലവുകൾ പറയട്ടെ. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,20,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിനന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന. വളരെ ചുരുങ്ങിയ വരിയിലൂടെ തായോസ്ത പാടി തന്നതാ. മഹാനായ ഇർബൽ ഭരിച്ചിരുന്ന രാജാവിൻ്റെ വലിയ രീതിയിലുള്ള മൗലിദ് ആഘോഷം. തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരങ്ങ് അതുപോലെ ആർമാദിച്ച് കഴിച്ചു. അതൊക്കെ നാളെ അല്ലാഹു തആലയുടെ കോടതി വലിയ സ്ഥാനമായിരിക്കും. ഇപ്പം തങ്ങളെ മൗലിദല്ലേ കഴിക്കണേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ എല്ലാ റബീഉൽ അവ്വലും കഴിയുന്നത് എല്ലാ മാസത്തിലും നമ്മുടെ വീട്ടിൽ മൗലിദ് സംഘടിപ്പിക്കണം. എന്തായാലും റബീഉൽ അവ്വൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എല്ലാവരും വിളിച്ചുകൊണ്ട് വലിയ വിപുലമായ രീതിയിൽ ഒരു മൗലിദ് ആഘോഷം നടത്തണം. കാരണം അതൊക്കെ നമുക്ക് നാളെ രക്ഷ ഉണ്ടാവും. അപ്പോൾ ഹിജറ 300 തന്നെ വലിയ വമ്പിച്ച രീതിയിലുള്ള വലിയ വലിയ മൗലിദ് സദസ്സുകൾ നടന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണേ. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം, അവർ മുത്തനബി തങ്ങളെ വല്ലാതെ പുകഴ്ത്തി പാടിയിരുന്നു. അതിൽപ്പെട്ട ആദ്യത്തെ കാവ്യമാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ മൗലിദ് ആഘോഷം ഉണ്ടായിരുന്നു. തങ്ങളെപ്പറ്റി ഒരുപാട് ആളുകൾ വാത്തോരാതെ സംസാരിച്ചിരുന്നു എന്ന് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗാനം ആലപിച്ചിട്ടുള്ള 38 സ്വഹാബികളെ അല്ലാമ യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പാടിയിട്ടുള്ള 461 വരികൾ മഹാനറുള്ള അദ്ദേഹത്തിന് കിതാബിൽ ഉദ്ധരിച്ചത് കാണാം. മാത്രമല്ല നബിയെ പ്രശംസിച്ചുകൊണ്ട് അനുശോചനം ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട് 130-ൽ പരം സ്വഹാബികളെ, അവരിൽ 12 ആൾക്കാർ വനിതകളാണ്, അവരുടെ വരികളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇമാം അൽ ഹാഫിദ് ഇബ്നു സയ്യിദ് നാസ് അവിടുന്ന് മിനഹുൽ മദ്ഹി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്തൊക്കെ തങ്ങളെപ്പറ്റി ഒരുപാട് പാടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമമുള്ള ഏതാണെന്നറിയോ? ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയം. ആ സമയത്ത് ആ മദീനയിലെ ചെറിയ കുഞ്ഞു ബാലികമാർ മുത്തിനെ തങ്ങളെ സ്വീകരിക്കുന്നു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. മുത്തിനെ തങ്ങളെ അന്ന് സ്വീകരിക്കാമെന്നാണ്. അപ്പോൾ തങ്ങൾ പറയാ, ഇതൊന്നും പറ്റൂല, ഇതെല്ലാം ബിദഅത്താന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളൊന്നും ഇന്നും അറിയില്ലല്ലോ, സന്തോഷിച്ചല്ലോ. അതെന്താണെന്നറിയോ? ഈ മുജാഹിദുകൾക്കൊന്നും തങ്ങന്മാരെ പറ്റൂല. അവർക്കൊന്നും മുത്തിനെ തങ്ങളെ പറ്റി പറയുമ്പോൾ എന്തോ ഒരു ചൊറിച്ചിലാണ്. അതാണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ത്വലഅൽ ബദ്റു അലൈനാ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യമായിട്ട് ആ സ്വഹാബി ബാലികമാർ, ചെറിയ പെൺകുട്ടികൾ പാടാണ്, തങ്ങൾ വരവേൽക്കാൻ വേണ്ടി പാടാണ്. അതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ആദ്യമായിട്ടുള്ള കാവ്യം. അങ്ങനെ ഒരുപാട് കാവ്യങ്ങൾ സ്വഹാബത്തിനെ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്വലഅൽ ബദ്റു. അതേപോലെ തന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടുത്തെ ബാലികമാർ പാട്ടുപാടും നഹ്നു ജിവാറു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈത്ത് പാടുന്നുണ്ട്. അതേപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണെന്നറിയോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനിക്ക് ബൈത്ത് പാടാൻ വേണ്ടി, മുത്തിനെ തങ്ങളെ പുകഴ്ത്തി മദ്ഹ് പാടാൻ വേണ്ടി മദീനയുടെ ഒരു മെമ്പർ തങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. അന്ന് പാടിയ പാട്ടല്ലേ? ലം തറഖത്തു ഐനി വലം തലിദി നിസാ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബ് കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാ. അങ്ങേപ്പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല നബിയെ. അങ്ങേപ്പോലെ ഒരു പെണ്ണിനെയും അങ്ങേപ്പോലെ ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങ് വളരെ പരിപൂർണ്ണ എല്ലാവിധ ന്യൂനതയെ തൊട്ട് മൊഴിവായവരാണ്. അങ്ങ് ഉദ്ദേശിച്ചതുപോലെ അങ്ങേ പഠിച്ചതുപോലെ ഉണ്ടെന്നൊക്കെ ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടാണ്. അതേപോലെ തന്നെ മറ്റൊരു കവിതയാണ് ബാനത്ത് സുആദ്, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയ പാട്ട്. ഇങ്ങനെ നിരവധി ഗാനങ്ങൾ, മദ്ഹുകൾ സ്വഹാബത്തിൻ്റെ കാലത്തെ അവിടുന്ന് പാടിയിട്ടുണ്ട്, സ്വഹാബത്ത് പാടിയിട്ടുണ്ട്. കഅബ് ഇബ്നു സുഹൈർ തങ്ങൾ അഭയം ചോദിച്ചുകൊണ്ട് മദീനയിൽ മുത്തനബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അഭയം കൊടുത്ത സമയത്ത് വല്ലാതെ ഇഷ്ടം കൊണ്ട് പാടിപ്പോവാണ്. ആ പാടുന്ന സമയത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റുള്ള സ്വഹാബത്തിനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ചുറ്റും കൂടി ഇതെല്ലാവരും കേൾക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ച് എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തനബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷാളുണ്ട്, ഷാളിന് ബുർദ എന്ന് അറിവ് പറയാം, അത് അണിയിച്ചു കൊടുക്കുകയാണ്. കഅബ് ഇബ്നു സുഹൈർ തങ്ങൾക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്വഹാബത്തിന് നബി തങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ കവിത പാടണം, തങ്ങളെപ്പറ്റി പുകഴ്ത്തി പാടണം, അവർക്ക് വേണ്ടി മുത്തനബി ദുആ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ നിരവധി അനുഭവങ്ങളുണ്ട്. മാസിൻ റളിയല്ലാഹു അൻഹു അവർ പാടുന്നുണ്ട്, നിരവധി സ്വഹാബികൾ പാടുന്നുണ്ട്, അവിടെ ഇതേപോലെ തന്നെ താബിയങ്ങൾ പാടുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പാടുന്നുണ്ട്, യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കിതാബിൽ ഇത് ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ വീട്ടിലും മൗലിദ് പാരായണം നിർബന്ധമായിട്ട് നടക്കണം. മാത്രമല്ല ഈ മൗലിദ് വെറുതെ പാടിയാൽ പോരാ, എന്നവർ പാടലല്ല,
അത് അർത്ഥറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പാടാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പാസ്സാക്കുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അത് പൂർണ്ണമാവണം. എല്ലാവരും തഹജ്ജുദിൻ്റെ ദുആകളിലൊക്കെ ബാക്കിയുള്ള ദുആകൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ദുആകളൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു തആല നമുക്ക് നല്ല നാഫിയായി നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ.